ഈ ആഴ്ച നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയാക്കി കർത്താവ് മാറ്റുവാൻ വേണ്ടി പോവുകയാണ്. പ്രകാരം പറഞ്ഞ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞതിലൂടെ എൻ്റെ ഇന്നത്തെ ദിവസവും ഈ ഒരാഴ്ചയും അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയാകും. ഈ ഒരു മാസം അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമാകും. ഈ ഒരു വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാകും. നമ്മൾ അധരം തുറന്ന് ഇത് പറയണമെന്നുള്ളതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാവിലൂടെ ഇത് പറയണം. ഈശോയുടെ അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിക്കും. ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിന്റെ എല്ലാ നന്മകളും ഞാൻ അനുഭവിക്കും. ഹല്ലേലൂയ. മക്കൾക്ക് നല്ല ദാനങ്ങൾ കിട്ടണം എല്ലാ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മാതാപിതാക്കന്മാര് എന്നെ കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു അപ്പനും അമ്മ എന്നെ കേൾക്കുന്നുണ്ടോ? ഈശോ പറഞ്ഞു, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അവിടെ കർത്താവ് പറഞ്ഞൊരു പദം ദുഷ്ടരായ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നാ, എത്രയോ അധികമായി നന്മകൾ നൽകുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ ഒരാഴ്ചക്കാലം നമ്മൾ എത്രമാത്രം നന്മകൾ കൊണ്ട് നിറയണം, അനുഗ്രഹിക്കപ്പെടണമെന്ന് അപ്പനായ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹി വാണ്ട്സ് ടു ബ്ലെസ് യു. പറഞ്ഞ് എന്റെ ദൈവം എന്നെക്കുറിച്ചുള്ള, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. എന്റെ ജീവിതം നന്മകൾ കൊണ്ട് നിറയപ്പെടണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഒരു വിഷയത്തിലേക്ക് പിശാച് പലപ്പോഴും നമ്മുടെ വിഷനെ അങ്ങ് ഫോക്കസ് ചെയ്യും. എന്നിട്ട് നമ്മളോട് പറയും, കണ്ടില്ലേ ദൈവം എന്താ പ്രവർത്തിക്കാത്തത്. അപ്പൊ നമ്മൾ വിസ്മരിക്കുന്ന ഒരു കാര്യം എന്താ, കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മളെ നടത്തിയ കാര്യങ്ങൾ നമ്മളങ്ങ് മറന്നുപോകും. നമ്മൾ ഇന്നത്തെ കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെസ്ഡ് ആകും. അയ്യോ അതെന്നെ നടക്കാതെ അതെന്നെ സംഭവിക്കാത്തത്. പലപ്പോഴും ഇപ്പൊ നിങ്ങളൊരു റോങ് ഡിസിഷൻ എടുത്തെങ്കിൽ പോലും ആ ഡിസിഷനകത്ത് നമ്മൾ ഈശോയുടെ മക്കള് എന്ത് കാര്യം എടുത്താലും അതിനകത്തും ഒരു സംരക്ഷണം ഉണ്ടായിരിക്കും. കർത്താവിന്റെ ഒരു സംരക്ഷണ വലയം എന്ത് കാര്യം, ഇവനൊരു റോങ് ഡിസിഷൻ എടുക്കുമ്പോൾ പോലും കർത്താവ് അതിനെ റൈറ്റ് ആക്കി നമുക്ക് വേണ്ടി അത് കൺവേർട്ട് ചെയ്തു തരും. ഇന്ന് ഈശോയുടെ ആ സ്നേഹത്തെ വിശ്വസിക്കുക, ഈശോ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുക. ഈശോയ്ക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഏത് സാഹചര്യത്തിലും അത് വലുതാണ്, അതിനൊരു മാറ്റവുമില്ല. മക്കൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പൻ നിനക്ക് വേണ്ടി സംസാരിക്കും, പ്രവർത്തിക്കും. ഈ ഒരാഴ്ച വിശ്വസിക്കുക. ചില പ്രത്യേക നിയോഗങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി ദൈവം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആഴ്ചയാണത്. സർപ്രൈസസ് ആർ ദെയർ ഫോർ യു, ബ്ലെസ്സിങ്സ് ആർ ദെയർ ഫോർ യു. കർത്താവിന്റെ ചില വ്യക്തവും ശക്തവുമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. അപ്പൊ ഇന്ന് നമുക്ക് ഒരു വചനം ധ്യാനിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ ഒരു ഇൻസ്റ്റൻസ് കാണുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിന് ഇരയാക്കിയ വിവരവും ആഹാബ് ജസബേലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അപ്പൊ ഏലിയ പ്രവാചകനെ കൊന്നു കളയുമെന്ന് ജസബേല് പറയുമ്പോൾ, ജസബേൽ സോ പവർഫുൾ, ഭയങ്കര കൺട്രോളിംഗ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രാജ്ഞിയാണ്. അപ്പം പറയാം, അനേക പ്രവാചകന്മാരെ ഞാൻ കൊന്നു കളഞ്ഞു, അപ്പോൾ അതുപോലെ തന്നെ നിന്നെയും ഞാൻ കൊന്നുകളയും. ഇപ്പൊ ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ലൈഫിൽ ഒരു റിപ്പോർട്ട് നിങ്ങൾക്കെതിരെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിനെതിരെ റിപ്പോർട്ട്, നിങ്ങളുടെ ബിസിനസ്സിനെതിരെ, ജോലി സ്ഥലത്തെതിരെ, നിങ്ങളുടെ വരുമാന മാർഗത്തിനെതിരെ, അതായത് ഒരു ഡെഡ് എൻഡ് പോലെ തോന്നുക. നിങ്ങൾക്കറിയാൻ പറ്റും ഇനി എവിടെ പ്രൊസീഡ് ചെയ്യണം, എങ്ങോട്ട് പോകണം. അപ്പൊ നിങ്ങളുടെ മുൻപിലോട്ട് വരുന്ന ചോദ്യങ്ങൾ മുഴുവനും, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരികയാണ്, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി മുമ്പോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് പോലും ഇല്ല. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ, ഏലിയ പ്രവാചകനോട് ജസബേൽ രാജ്ഞി പറയാം, നാളെ വൈകുന്നേരത്തിന് മുൻപ് നീ മരിച്ചിരിക്കും, യു വിൽ ബി ഡെഡ് എന്നാ പറയുന്നത്. എൻഡ്, ഫിനിഷ്ഡ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം മുമ്പിലോട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയും, ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ഒരു വർക്കിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറ്റി, നിങ്ങളുടെ മാനേജർ വിളിപ്പിച്ചിട്ട് പറയുകയാണ്, ദിസ് ഈസ് ഇറ്റ്, ഞങ്ങൾ ചില ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ പേടിച്ചു. ചിലപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു മാനേജർ അല്ലെങ്കിൽ ഒരാൾ ലെറ്റർ വിട്ടേക്കുവാണ്, നിങ്ങളുടെ കടം അത് ഭയങ്കരമായി നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചടക്കണം, ഇല്ലെങ്കിൽ ജപ്തി നോട്ടീസ് അവർ അയക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു മെഡിക്കൽ മേഖലയിൽ ഒരു കാര്യമാകും, എന്തുമാകട്ടെ, വെൻ യു ആർ സ്റ്റാൻഡിങ്, വെൻ യു ആർ ഫേസിങ് സംതിങ് ലൈക്ക് ദിസ്, ചിലപ്പോൾ നിങ്ങളൊരു റോങ് ഡിസിഷൻ എടുത്തു, നിങ്ങളൊരു ജോലി റിസൈൻ ചെയ്തു, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥ നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ എടുത്ത ഡിസിഷൻ റോങ് ആയിപ്പോയി. അല്ലെങ്കിൽ ലോകവും നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും ഒക്കെ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന സ്വാഭാവികമായ ഒരു വികാരമാണ് ഭയം. ഇവിടെ ഏലിയ പ്രവാചകൻ ഉണ്ടായ കാര്യം എന്താ, ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. ജീവരക്ഷാർത്ഥം പേടിച്ചു പോയ ആള്.
ആള് നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നു. ദൈവം എപ്രകാരം ഏലിയ പ്രവാചകനെ നടത്തി എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ട് ആള് പലായനം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ചില മാനസികമായിട്ടാണെങ്കിൽ നമ്മൾ ചില അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, ദൈവമേ നീ എവിടെയാ, നീ എന്താ ഇടപെടാത്ത, നീ എന്താ പ്രവർത്തിക്കാത്ത, ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലേ. പക്ഷെ വെയിറ്റ്, അവിടെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ എത്രയോ ദുർഘടമായ അവസ്ഥകളിലൂടെ ദൈവം നമ്മളെ കരം പിടിച്ച് അപ്പൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്, വഴി നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ കാര്യം നമ്മൾ ഓർക്കുകയല്ല. നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഫോക്കസ് മുഴുവനും ഇന്ന് കടന്നു പോകുന്ന പ്രശ്നമാണ്. അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജയന്റ്. പക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതേ അപ്പനായ ദൈവം എത്രയോ തവണ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ വായിക്കുന്ന 19-ാം അധ്യായമാണെങ്കിൽ 18-ാം അധ്യായം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏലിയ പ്രവാചകൻ കെരീത്ത് തോട്ടിനരികത്ത് പോയി കർത്താവ് പറഞ്ഞിട്ട് അവിടെ പോയി താമസിക്കുമ്പോൾ കാക്കയെ അയച്ച് മോഷിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലോകത്തിൽ ഒരിക്കലും ഒരു കാക്ക ഭക്ഷണം റാഞ്ചിക്കൊണ്ട് പോകുന്നല്ലാതെ ഒരാൾ കൊണ്ട് കൊടുക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ ഒരു അത്ഭുതം, ദൈവം നിയോഗിച്ചൊരു കാക്ക കടന്നു വന്ന് അത്ഭുതകരമായി ഏലിയ പ്രവാചകനെ പോഷിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഇന്ന് വല്ലാത്ത സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ നാളുകളിൽ ദൈവം ചില വ്യക്തികളിലൂടെയാകാം, ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സഹായമായി കടന്നു വരും. നിങ്ങൾക്ക് അത്ഭുതകരമായ സഹായം സ്വർഗത്തിൽ നിന്ന്, അത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന സഹായമാണ്, ദൈവം നൽകുന്ന സഹായമാണ്. ഇത് ദൈവത്തിന്റെ ഇടപെടലാണ്. അന്ന് ഏലിയ പ്രവാചകൻ ആ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഒരു കാക്കയെ അയച്ച് പോഷിപ്പിച്ചു. പറഞ്ഞ എൻ്റെ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് യേശുവിന്റെ വിശ്രമത്തിലേക്ക്, ഈശോയുടെ ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. പിന്നെ അതേ ഏലിയ പ്രവാചകനെ സറാഫത്തിൽ വിട്ട് ആ വിധവയുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്യുകയാണ്. അവിടെ ഫുഡ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം ഏലിയ ബാലിനെ തകർക്കുന്ന, അല്ലെങ്കിൽ ബാലിന്റെ പ്രവാചകന്മാരും ബാലിന്റെ ആൾക്കാരും ഏലിയ പ്രവാചകനെ വെല്ലുവിളിക്കുമ്പോൾ അവിടെയൊക്കെ കർത്താവിന് വേണ്ടി നിലകൊണ്ട, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വരുന്നത് നേരിട്ട് കണ്ട ഒരു വ്യക്തി. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ജീവിതത്തിലെ ദുർഘടമായ അവസ്ഥകളിൽ കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിച്ച സമയങ്ങൾ, വീട്ടിലിരുന്നാകാം, പള്ളിയിലിരുന്നാകാം, നിങ്ങൾ കണ്ണുനീരോടെ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ച നിരവധി സമയങ്ങളിൽ എത്രയോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റൂ? പണ്ടൊരിക്കലും ചേച്ചി എന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് സമീപിച്ച സമയത്ത് അവർക്ക് ഭയങ്കര മാനസിക ഭാരമാണ്. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധാത്മ പ്രേരിപ്പിച്ചു, ഈ കുഞ്ഞ് ജനിക്കുവാനിടയായ കാര്യത്തെ ഓർമ്മിപ്പിച്ച് കർത്താവ് പറഞ്ഞു, ഇന്ന് ആ അമ്മച്ചി ഏത് മകന് വേണ്ടിയാണ് സഹായം ആവശ്യപ്പെട്ടത്, ആ കുഞ്ഞ് ജനിച്ചത് തന്നെ ഒരു അത്ഭുതമാണ്. അത് അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ കുഞ്ഞ് അത്ഭുതകരമായി ലഭിക്കുകയും പിന്നീട് ആ കുഞ്ഞിന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയപ്പോൾ അത്ഭുതകരമായി സംസാരശേഷി കർത്താവ് കൊടുക്കുകയും അതിന്റെ വളർച്ചയിൽ ഉടനീളം ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് അത് റിമൈൻഡ് ചെയ്ത് എൻ്റെ ഉള്ളിൽ. ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി ഇങ്ങനെ കുറെ കാര്യങ്ങൾ കർത്താവ് കാണിക്കുന്നല്ലോ. അമ്മച്ചി പറഞ്ഞു, അയ്യോ സത്യമാണ്, ദൈവമാണ് കുഞ്ഞിനെ നൽകിയത്, ദൈവമാണ് ശബ്ദം നൽകിയത്, ദൈവമാണ് വളർത്തിയത്, ദൈവമാണ് ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ ആ ദൈവം എവിടെ പോയി? അപ്പൊ പെട്ടെന്ന് അമ്മച്ചിക്ക് വിശ്വാസമായി. പഴയ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ, അയ്യോ ഈ ദൈവമാണല്ലോ എന്നെ ഇവിടം വരെ വഴി നടത്തിയത്. പെട്ടെന്ന് ആൾക്ക് വിശ്വാസം. അവിടെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമായി വെളിപ്പെട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് വിശ്വസിക്കുക, ഇന്നൊരു കാര്യം ഓർത്താൽ, നിന്നെ ഇവിടം വരെ എത്തിച്ച ദൈവം, ഇവിടം വരെ നിന്നെ എത്തിച്ചത് ഇവിടം വെച്ചിട്ട് ഉപേക്ഷിക്കാനല്ല. നിന്നെ കൊണ്ട് കർത്താവിനുള്ള പദ്ധതി വളരെ വലുതാണ്. റിമൈൻഡ് യുവേഴ്സെൽഫ്, ഓർത്തെടുക്കുക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നിന്നെ വഴി നടത്തിയ കാര്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഏലിയ പ്രവാചകനോട് കർത്താവ് 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏലിയ ഭയപ്പെട്ട് ഒരു ഗുഹയിൽ വസിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുടെ അടുത്ത് കർത്താവ് എന്റെ വോയിസ് ഉപയോഗിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വന്ന് നിങ്ങളിലേക്ക് ഒന്ന് റീച്ച് ഔട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഈശോ നിങ്ങളോട് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്നെ എടുക്കുക? നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്, വളരെയധികം നിരാശപ്പെട്ട്. നിങ്ങളുടെ ജോലി ചിലപ്പോൾ നിങ്ങളൊരു റോങ് ഡിസിഷൻ എടുത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടഫ് ടൈമിലൂടെ കടന്നു പോവുകയാണ്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് കാണും, നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു സിക്നസിനെ ബാറ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന്
ഒരു 3% അസ്വസ്ഥ ശരീരത്തിലുള്ളപ്പോൾ 97% സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി പറയാമോ? ചിലപ്പോൾ ഒരു പുറം വേദനയായിരിക്കും, അതിന്റെ പേരിൽ ദൈവമേ ഇതെന്നാന്ന് ചോദിച്ചിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും സൗഖ്യം ഇത്രയും നാളും നൽകിയ ദൈവത്തിനൊന്ന് നന്ദി പറയുക സമയത്ത്. ചിലപ്പോൾ ജോലി സ്ഥലത്ത് ഇപ്പോഴൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ഇത്രയും നാളും വഴി നടത്തിയ ദൈവത്തിനായി ജസ്റ്റ് ഒന്ന് നന്ദി പറയാം. ഈശോയെ നന്ദി. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കുറേ ജോലിയൊക്കെ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടു, നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു ചലഞ്ചിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും, ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ ഈ സാഹചര്യത്തിൽ നിന്ന് കർത്താവേ നന്ദി, കർത്താവേ നന്ദി, അവിടുത്തെ ശക്തിയെ ഞാൻ അനുഭവിച്ചതാ, രുചിച്ചറിഞ്ഞതാ, അവിടുന്ന് എനിക്ക് മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധരം തുറന്നു പറഞ്ഞു. ഏലിയ പ്രവാചകൻ ജസബേൽ രാജ്ഞിയുടെ വാക്കുകൾ കേട്ട് പേടിച്ചോടി ഏലിയ പ്രവാചകൻ അവിടെ കർത്താവ് ചോദിക്കും, നീ ഇവിടെ എന്നെ എടുക്കുക, നീ ആരാന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നീ പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നത്. നിനക്ക് വേണ്ടി ഞാൻ കാക്കയെ അയച്ച് പോഷിപ്പിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ സെറാഫാത്തിൽ നീ എന്റെ നാമത്തിൽ അവിടെ കടന്നു പോയപ്പോൾ അവിടെ നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്ന അത്ഭുതം പ്രവർത്തിച്ചത്. മറന്നു പോകരുത് ഏലിയ, മറന്നുപോയി. നിങ്ങളുടെ പേര് നോക്കി ഈശോ വിളിക്കുക, നിങ്ങളുടെ പേര് നോക്കി നീ മറന്നു പോകരുതേ. അന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം നീ മറന്നു പോകരുതേ. കർത്താവ്, ഇന്നത്തെ പ്രശ്നം അതൊന്നും അല്ല. No. My power and my ability has not changed. ഈശോയെ കുറിച്ച് വചനത്തിൽ പറയും, ഇന്നലെയും ഇന്നും എന്നും എന്നേക്ക് മാറ്റമില്ലാത്തവൻ, ഒരിക്കൽ പോലും മാറ്റമുണ്ടായിട്ടില്ല. ഇന്ന് നിന്നെ തടയാൻ നോക്കുന്ന തടസ്സ ശക്തികളെ ഈശോ ഇപ്പോൾ കീറിക്കളയുന്ന സഹോദരങ്ങളെ. God will remove and part those demonic powers. Nothing can stand against you. He is all powerful. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ, നിങ്ങളുടെ സാമ്പത്തിക വരുമാന ജോലി മേഖലകളെ തടസ്സം ചെയ്ത ദുഷ്ടാരൂപികളെ God will destroy them. He's powerful. അവൻ സർവശക്തനാണ്. അവൻ അസാധ്യമായത് ഒന്നുമില്ല. അവന്റെ പവറിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ടുഡേ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ ബ്രേക്ക് ത്രൂസ് നൽകുന്ന ദിവസമാണ്. കർത്താവാണ് ബ്രേക്ക് ത്രൂ നൽകുന്നത്. ആൻഡ് വെൻ യു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ് പ്രീച്ച്ഡ് ബൈ എ മാൻ ഓഫ് ഗോഡ്, എ പ്രീച്ചർ, യുവർ ബ്രദർ ഇൻ ക്രൈസ്റ്റ്, ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഈ വചനത്തിന്റെ ശക്തി, ഇത് പ്രസംഗിക്കുന്ന ഞാനാണല്ലോ പ്രസംഗിക്കുന്നതെന്ന് ഓർത്ത് നിങ്ങൾ ചില വ്യക്തികൾ ഓർക്കും, ഈ വ്യക്തിയുടെ പ്രസംഗം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഡോണ്ട് ലിസൺ ടു ദിസ് വേർഡ് വിത്ത് എ ജഡ്ജ്മെന്റൽ സ്പിരിറ്റ്. ആൻഡ് ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു യു സർട്ടൻ പീപ്പിൾ. ചില വ്യക്തികളെ നോക്കി ദൈവം സംസാരിക്കുന്നു. നിന്റെ വിഷയത്തിനകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് സർവശക്തനാണ്. അവൻ അസാധ്യമായതൊന്നുമില്ല. കാറ്റിനെയും കടലിനെ ശാന്തമാക്കിയ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന സമയത്ത് ഇതേ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ മോശ മുൻപോട്ട് പോവുകയായിരുന്നു. മോശയുടെ മനസ്സിൽ പല കാര്യങ്ങളും, പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കൊരു ഒരു ചലഞ്ചിനകത്ത് കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, കണ്ടില്ലേ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ നീ ചെയ്തൊരു തെറ്റ് കൊണ്ടാണ്, നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ്, നിന്റെ പാസ്റ്റിൽ നീനൊക്കെ പറ്റിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിന്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്നൊക്കെ നമ്മുടെ മൈൻഡ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള റൈറ്റ് പിക്ചർ നമുക്കുണ്ടായിരിക്കണം. മോശയ്ക്ക് വേണമെങ്കിൽ ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം. ചില വ്യക്തികൾക്കത് നിങ്ങളോട് തന്നെ റിലേറ്റഡ് ആകും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതലുകൾ അയക്കുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല ഈ ഒരാഴ്ച ഒത്തിരി സർപ്രൈസ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഗോഡ് ഹാസ് ബ്ലെസ്സിങ്സ് ഫോർ യു. ഒരു ബർത്ത്ഡേക്ക് ഒരു അപ്പൻ മക്കൾക്ക് ഒരു ബർത്ത്ഡേ പ്രസന്റ് കൊടുക്കുമ്പോൾ അപ്പന്റെ ഹൃദയത്തിന് ആഗ്രഹം, അവർ സർപ്രൈസ്ഡ് ആണ്. വാവ്, എന്റെ പപ്പായ്ക്ക് ഇത്ര എന്നോട് സ്നേഹം. അല്ലെങ്കിൽ അപ്പന്റെ ആ ഒരു എന്താ പറയുക, ഹൃദയത്തിന് ആഗ്രഹമാണ് മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക. ആഗ്രഹമാണ്, ഈശോയുടെ ഹൃദയത്തിന് ആഗ്രഹമാണ് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, നന്മകൾ കൊണ്ട് നിറയപ്പെടണം. അപ്പൊ കർത്താവ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ ഹൃദയത്തിന്റെ ആ സന്തോഷത്തിൽ നിന്ന് കർത്താവ് ചില ഗിഫ്റ്റുകൾ നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിന് തടസ്സം നിൽക്കാൻ ഒന്നിനും പറ്റത്തില്ല സഹോദരങ്ങൾ. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത് അത് വെളിപ്പെട്ടിരിക്കും. ദൈവം ഒരുക്കിയതിനെ തടസ്സം ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? കാക്കയയച്ച് എലിയ പ്രവാചകനെ പോഷിപ്പിച്ച ദൈവത്തിന്, അതായത് ഒരു കാക്ക ഭക്ഷണം റാഞ്ചുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ, പക്ഷെ അതേ കാക്കയെ ഉപയോഗിച്ച് ഒരു പ്രവാചകന് ദൈവം ഭക്ഷണം ഒരുക്കിയതുപോലെ അൺയൂഷ്വൽ ആയിട്ടുള്ള വേസിലൂടെ ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കും. എബ്രായർ 11:27 നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു, അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. മോശ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ സഹിച്ചു നിന്നു. മോശ ഈജിപ്ത് വിടുമ്പോൾ, ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഫറവോന്റെ രാജകോപം ഭയപ്പെട്ടില്ല.
ഫറവോന് എന്തു വേണേലും ചെയ്യാം, അധികാരമുള്ളവനാ, ചക്രവർത്തിയാ. ആ രാജകോപം ഭയപ്പെടാതെ അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ അദൃശ്യനായവൻ നിന്റെ കൂടെയുണ്ട് സഹോദരങ്ങളെ. നിന്നെ ഇത്രയും നാളും വഴി നടത്തിയവൻ ഇവിടം കൊണ്ടിട്ടിട്ട് എന്താ പറയുക, ഇട്ടിട്ട് പോകത്തില്ല. നിന്റെ കൂടെ അവിടുന്നുണ്ട്. അവന്റെ ശക്തിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. അത്ഭുത വഴി ഇന്നും തുറക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ എന്ന് വെച്ചാൽ എന്താ, കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ. മുൻപിലൊരു കടൽ നിൽക്കുന്നു, പുറകിൽ ഫറവോന്റെ സൈന്യം കടന്നു വരുന്നു. ആർത്തരമ്പുന്ന കടൽ, പുറകിൽ വലിയൊരു സൈന്യം വരുന്നു. മരണം മുമ്പിൽ നിൽക്കുവാണ്. ഈ സമയത്ത് കർത്താവിന്റെ അഭിഷിക്തൻ ഇസ്രായേൽ ജനത്തെ നയിച്ച് മുൻപോട്ട് പോവുകയാണ്. ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ മുൻപിലും പുറകിലും പ്രശ്നം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ 4 വശത്തും പ്രശ്നങ്ങൾ നിൽക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ സമയത്ത് അന്ന് മോശയുടെ മനസ്സിൽ പല കാര്യങ്ങളും കയറിപ്പോയിട്ടുണ്ട്. മോശയോട് ഞാൻ വിശ്വസിച്ചു, അതായത് നമ്മളൊക്കെ ഇങ്ങനെ ഒരു സ്ട്രഗിൾസിലൂടെ പോകുന്ന സമയത്ത് പിശാച് നമ്മുടെ മനസ്സിലൂടെ പല സംഭവങ്ങളും കൊണ്ടുവരും, പല നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരും. ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഈ ദൈവത്തെ വിശ്വസിച്ചിട്ട് എന്നാ നിനക്ക് കിട്ടിയ ദൈവത്തെ വിശ്വസിച്ചിട്ട്? വന്നിട്ടില്ല ഇങ്ങനത്തെ തോട്ട്സ്? പണ്ട് നടന്നുപോയ കാര്യങ്ങളെല്ലാം മറപ്പിക്കും, അതൊന്നും ഓർക്കത്തില്ല. അതൊന്നും ആ സമയത്ത് ഓർക്കുന്നത് നമ്മുടെ മനസ്സ് മുഴുവനും ഇപ്പോഴെന്നാ നടക്കാത്തെന്നുള്ള കാര്യം മാത്രം. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ പിശാചിന്റെ പരിപാടിയാണ് നമ്മളെ ഗിൽറ്റിലേക്ക് കൊണ്ടുപോയിടും. അതായത് കണ്ടംനേഷൻ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, നീ ചെയ്ത തെറ്റുകൊണ്ടാണ്, നിനക്ക് പറ്റിയൊരു അബദ്ധമാണ്, നിന്റെ കഴിഞ്ഞ ജീവിതത്തിലെ ഒരു തിന്മയാണ്, ഒരു പാപം കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക്